We shall now discuss about a half wave rectifier. Rectifier എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദറ്റ് കൺവേർട്സ് എ സി ഇൻറ്റു ഡി സി. അപ്പോൾ ഇൻപുട്ട് എ സി വോൾട്ടേജിനെ നമ്മൾ ആദ്യം ഒരു ട്രാൻസ്ഫോമറിലൂടെ കൊടുക്കുന്നു. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഇത്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മുടെ ഇൻപുട്ട് എ സി ഇൻപുട്ട് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ പ്രൈമറി ഓഫ് ദ ട്രാൻസ്ഫോമർ. ഇനി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. 230 വോൾട്ട് എ സിനെ അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ലോവർ വോൾട്ടേജിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വി ആർ കണക്റ്റിംഗ് എ ഡയോഡ് ആൻഡ് across after the diode a load resistor is connected in series with the diode. ഈ ലോഡ് റെസിസ്റ്ററിന് എക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെയാണ് വി ഗെറ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ we have the AC input given to the primary of a transformer. Secondary of the transformer is connected to the diode and there is a load resistor RL connected in series with the diode. അപ്പോൾ ഈ റെക്ടിഫയറിൽ നമ്മൾ ഡയോഡിൻ്റെ പ്രോപ്പർട്ടി ദാറ്റ് ഡയോഡ് കണ്ടക്ട്സ് കറൻറ്റ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് കറൻറ്റ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ദ ഡയോഡ് ഈസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ എ റെക്ടിഫയർ. ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡിലൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുന്നു. അതേസമയം റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഡയോഡ് ഡസ് നോട്ട് കണ്ടക്ട് കറൻറ്റ്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡയോഡിനെ റെക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവിടെ നമ്മൾ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഒരു പോസിറ്റീവ് ഹാഫും നെഗറ്റീവ് ഹാഫും കൂടി ചേർന്നിട്ടാണ് ഒരു സൈക്കിൾ ഓഫ് എ സി കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് എ സി ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം സപ്പോസ് ദിസ് പോയിൻ്റ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. അപ്പോൾ ആദ്യം പോസിറ്റീവ് ഹാഫ് ഇവിടെ എത്തുന്ന സമയത്ത് സെക്കൻഡറിയിൽ പോസിറ്റീവ് ഹാഫ് എത്തുമ്പോൾ ഡയോഡ് വിൽ കണ്ടക്ട്. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്, അതുകൊണ്ട് ഇറ്റ് വിൽ കണ്ടക്ട് കറൻറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് ദർ വിൽ ബി കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ലോഡ് RL. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്റ്റൻറ്റിൽ എസിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നെഗറ്റീവ് കണക്റ്റഡ് ടു പി റീജിയൻ ഓഫ് ദ ഡയോഡ് പറഞ്ഞാൽ ഡയോഡ് വിൽ ബിക്കം റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ ദർ വിൽ ബി നോ കറൻറ്റ് ത്രൂ ദ ഡയോഡ് സിൻസ് ഇറ്റ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. സോ വി വിൽ നോട്ട് ഗെറ്റ് എനി ഔട്ട്പുട്ട് അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻസ് RL. So when the voltage at A is positive, the diode is forward biased and it conducts. When A is negative, the diode is reverse biased and it does not conduct. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു വാല്യൂ ഓഫ് വോൾട്ടേജ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിലില്ല, അടുത്ത പോസിറ്റീവ് സൈക്കിളിൽ ഉണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൽ ദർ വിൽ ബി ഓൺലി പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഈസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. നെഗറ്റീവ് സൈക്കിൾസ് ആർ കട്ട് ഓഫ്. സോ ദ ഔട്ട്പുട്ട് ഈസ് സെറ്റ് ടു ബി റെക്ടിഫൈഡ്. ഇവിടെ ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഓഫ് ദിസ് സർക്യൂട്ട് ഈസ് ഓൺലി ഫോർ ഹാഫ് ഓഫ് ദ ഇൻപുട്ട് എ സി വേവ്. ഹെൻസ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ നമുക്കിതൊരു പെർഫെക്റ്റ് ഡി സി അല്ല, ഇത് എന്താ പറയുക, ഇടയിലിടയിൽ ബ്രേക്കുള്ള ഒരു ഇത് യൂണി ഡയറക്ഷനിലാണ്, വൺ ഡയറക്ഷനാണ്, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ വേരിയിങ്, ബട്ട് ഇറ്റ് ഈസ് എ റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ വി ഹാവ് ടു യൂസ് എ ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റെഡ് ഓഫ് വൺ ഡയോഡ് വി ഹാവ് 2 ഡയോഡ്സ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിൽ ഇങ്ങനത്തെ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നതിന് പകരം സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ്. സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിൽ 2 ടെർമിനലിന് പകരം സെൻറ്ററിൽ നിന്ന് ഒരു ടെർമിനൽ കൂടി ഉണ്ടാവും. സോ വി ഷാൽ ഡ്രോ ദ ഡയഗ്രാം ഓഫ് എ ഫുൾ വേവ് റെക്ടിഫയർ. പ്രൈമറിയിലേക്കാണ് നമ്മൾ ഇൻപുട്ട് എ സി കൊടുക്കുന്നത്.
there are two diodes D1 and D2. The negative of the two diodes are connected together, and ഈ സെൻറ്ററിൽ നിന്ന് we have another terminal which is called the center tap. സെൻറ്ററിൽ നിന്നുള്ള ടെർമിനൽ. ഈ സെൻറ്റർ ടാപ്പും ഈ രണ്ട് ഡയോഡിൻ്റെ നെഗറ്റീവും കൂടെ നമ്മൾ ഇതിന് അക്രോസ് ആയിട്ടാണ് ലോഡ് റെസിസ്റ്റൻസ് RL കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് VO. The output is taken across the load resistance. അപ്പോൾ രണ്ട് ഡയോഡിൻ്റെ രണ്ട് നെഗറ്റീവും കൂടെ കോമൺ ആയിട്ട് കണക്ട് ചെയ്തു. പിന്നെ സെൻറ്റർ ടാപ്പിൽ നിന്നും ഈ കോമൺ നെഗറ്റീവിൽ നിന്നാണ് നമ്മൾ ലോഡ് റെസിസ്റ്റൻസ് പാരലലായി കൊടുത്തു, അതിന് എക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഹാഫ് ഓഫ് ദി ഈ പോയിൻ്റ് എ എന്നുള്ളത് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് ഹാഫ് ഓഫ് ദ സെക്കൻഡറി വോൾട്ടേജ് വിൽ അപ്പിയർ അക്രോസ് ദ ഫസ്റ്റ് ഡയോഡ് ആൻഡ് ദി സെക്കൻഡ് ഹാഫ് വിൽ അപ്പിയർ അക്രോസ് ദ സെക്കൻഡ് ഡയോഡ്. മറ്റേതുപോലെ ഫുൾ വോൾട്ടേജ് വരുന്നില്ല. ഈ സെക്കൻഡറി ഓഫ് ദ ട്രാൻസ്ഫോമറിൽ ഫുൾ വോൾട്ടേജും ഡയോഡ് അക്രോസ് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല. എ പോസിറ്റീവ് ആവുന്ന സമയത്ത് ബി വിൽ ബി നെഗറ്റീവ്. ബി 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ബിയിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് എത്തുന്നുണ്ടാവുക. അതായത് AC വോൾട്ടേജിൻ്റെ ഒരു ഹാഫ് ഇവിടെയും മറ്റേ ഹാഫ് രണ്ടാമത്തെ ഹാഫ് എക്രോസ് D2 ആണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ എ പോസിറ്റീവ് ആകുമ്പോൾ ഡയോഡ് D1 വിൽ ബി ഫോർവേഡ് ബയാസ്. സോ ഇറ്റ് വിൽ conduct and there will be a current flowing through the load RL and we will get an output voltage. ഇനി ഡ്യൂറിങ് ദ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഇവിടെ ബി നെഗറ്റീവ് ആണ് ആ സമയത്ത്, ആ ഇൻസ്റ്റൻറ്റിൽ. അപ്പോൾ ഡയോഡ് D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്, അത് കണ്ടക്ട് ചെയ്യില്ല. ഇനി നെക്സ്റ്റ് സൈക്കിളിൽ എ വിൽ ബിക്കം നെഗറ്റീവ് ആൻഡ് ബി വിൽ ബിക്കം പോസിറ്റീവ്. എ നെഗറ്റീവ് ആകുമ്പോൾ D1 വിൽ നോട്ട് കണ്ടക്ട്. പക്ഷേ ബി പോസിറ്റീവാണ് ആ സമയത്ത്, അതുകൊണ്ട് D2 കണ്ടക്ട് ചെയ്യും. D2 കണ്ടക്ട് ചെയ്യുമ്പോൾ എഗെയിൻ എ കറൻറ്റ് വിൽ ഫ്ലോ ത്രൂ ലോഡ് RL ആൻഡ് വി വിൽ ഗെറ്റ് എൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ഡ്യൂറിങ് എവറി ഹാഫ് സൈക്കിൾ ഓഫ് ദ AC ഇൻപുട്ട് വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് അക്രോസ് ദ ലോഡ് RL. കാരണം രണ്ട് ഡയോഡ് ഉള്ളതുകൊണ്ട് ഈ വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി പറയുന്നത് ഒരു ഹാഫ് അക്രോസ് ഡയോഡ് D1 മറ്റേ ഹാഫ് അക്രോസ് D2 ആണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഐദർ D1 വിൽ കണ്ടക്ട് ഓർ D2 വിൽ കണ്ടക്ട്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഓഫ് ദി ഫോം ആദ്യം ഡ്യൂ ടു D1 നമുക്കൊരു എ പോസിറ്റീവ് ആകുമ്പോൾ ഡ്യൂ ടു D1 വി വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ സമയത്ത് D2 ഡസ് നോട്ട് കണ്ടക്ട്. ഇനി അടുത്ത സൈക്കിളിൽ എ നെഗറ്റീവ് ആവും, അപ്പോൾ ബി പോസിറ്റീവ് ആവും. സോ വി വിൽ ഗെറ്റ് എ കറൻറ്റ് D2 വിൽ ബി ഫോർവേഡ് ബയാസ് ആൻഡ് ഇറ്റ് വിൽ കണ്ടക്ട്. അങ്ങനെ ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ഡ്യൂ ടു D1 ആയിരിക്കും, പിന്നത്തെ ഡ്യൂ ടു D2, പിന്നത്തെ ഡ്യൂ ടു D1. അങ്ങനെ അത് ഫോർ ദ ഫുൾ ഹാഫ് സൈക്കിൾ ഓഫ് AC we will get an output. We get output voltage during both positive as well as negative half cycle of the AC. Hence this is called a full wave rectifier. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ 50 Hz AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഓഫ് AC ഈസ് 100 Hz. കാരണം രണ്ട് ഹാഫ് സൈക്കിളിൽ ഇത് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 50 Hz ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 50 Hz ആണ്. അതേസമയം ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ 50 Hz AC കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി ഈക്വൽ ടു 50 Hz. അത് ശ്രദ്ധിക്കണം. ഹാഫ് വേവിൽ 50 കൊടുത്താൽ 50 തന്നെ കിട്ടും. ഫുൾ വേവിൽ 50 Hz ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 100 Hz ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി ഈ AC നമുക്ക് നമ്മൾ കൊടുക്കുന്ന AC റെക്ടിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ അത് യൂണി ഡയറക്ഷണലായിട്ടാണ് നമുക്ക് പുറത്ത് കിട്ടുന്നത് അല്ലേ. പക്ഷേ നമുക്ക് ഇതിനെ സ്റ്റഡി DC ആണെന്ന് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റിപ്പിൾസ്. ശരിക്കും ഒരു സ്റ്റഡി DC ആണെങ്കിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, സ്റ്റഡി വോൾട്ടേജ് ആണെങ്കിൽ. അപ്പോൾ ദ റെക്ടിഫൈഡ് വോൾട്ടേജ് ഈസ് ഇൻ ദ ഫോം ഓഫ് പൾസസ്.
ഇൻ ദ പൾസസ് ഓഫ് ദ ഷേപ്പ് ഓഫ് സിനുസോയിഡിൻ്റെ ഒരു സൈൻ കർവിൻ്റെ പകുതി അല്ലേ, ഒരു സൈൻ കർവ് പറഞ്ഞാൽ അതാണ്, ഇതിൻ്റെ ഒരു പകുതിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ദ പൾസസ് ഇൻ ദി റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ, ദാറ്റ് ഈസ് കോൾഡ് റിപ്പിൾസ്. അപ്പോൾ ഈ റിപ്പിൾസിനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്റ്റേഴ്സാണ്. Capacitors and inductors are used to filter the AC component in the rectifier output. അങ്ങനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള DC കിട്ടും. അപ്പോൾ ഈ റെക്ടിഫയർ സർക്യൂട്ടിന് എക്രോസ് ആയിട്ട്, സപ്പോസ് ദിസ് ഇസ് എ റെക്ടിഫയർ സർക്യൂട്ട്, ഇതിന് എക്രോസ് ആയിട്ട് പാരലായിട്ട് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു, പിന്നെ ആൻ ഇൻഡക്ടർ ഈസ് ഓൾസോ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ് റെസിസ്റ്റൻസ്. അങ്ങനെ ആകുമ്പോൾ ലോഡ് റെസിസ്റ്റൻസ് RL കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റർ വിൽ അലൗ ഓൺലി AC ടു പാസ് ത്രൂ ഇറ്റ് അല്ലേ, അത് DCനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ DC ആണ് പിന്നീട് സർക്യൂട്ടിലേക്ക് ഫർദർ പോകുന്നത്. അപ്പോൾ AC അതിലൂടെ ബൈപ്പാസ് ചെയ്യുന്നു. സോ യൂസിങ് ദീസ് സർക്യൂട്ട്സ് കോൾഡ് ഫിൽട്ടർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് അതിൽ കപ്പാസിറ്റേഴ്സും ഇൻഡക്റ്റേഴ്സും ആണ് ഉള്ളത്. ആ കപ്പാസിറ്റേഴ്സും ഇൻഡക്റ്റേഴ്സും ഉപയോഗിച്ച് നമുക്ക് ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിലെ റിപ്പിൾസിനെ ഫിൽട്ടർ ചെയ്ത് കുറേ കൂടെ സ്റ്റഡി ആയിട്ടുള്ള DC ഔട്ട്പുട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടും.